എനിക്ക് ഒരു വലിയൊരു ആഗ്രഹമുണ്ട്. ഏട്ടൻ്റെ സ്മെല്ല് ഇതിലുണ്ട് ഇപ്പോഴും, ഏട്ടൻ്റെ സ്മെല്ല്. അപ്പോൾ ആ സ്മെല്ല് എനിക്ക് ലൈഫ് ലോങ് എൻ്റെ കൂടെ തന്നെ വേണമെന്ന് എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട്. പറ്റത്തില്ല, നിങ്ങൾക്കത് മണത്താൽ ഇവിടെ ഓടും. അതുപോലത്തെ ഒരു സ്മെല്ലാണ് അതിന്. എല്ലാവർക്കും നമസ്കാരം. രാവിലെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു രേണു സുധിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. രേണു സുധി എന്ന് പറയുന്ന പേരിൽ സുധി എന്ന് പറയുന്ന പേര് വെട്ടിമാറ്റിയാൽ വളരെ മനോഹരമായിരിക്കും. രേണു നല്ലൊരു പേരാണ്. ആ ഒരു രീതിയിൽ അറിയപ്പെടാൻ ശ്രമിക്കുക എന്ന് തന്നെയാണ് എനിക്ക് ആദ്യമേ രേണുവിൻ്റെ അടുത്ത് പറയാനുള്ളത്. ഇനി രേണു സുധി എന്ന് പറയാൻ എനിക്ക് സത്യം പറഞ്ഞാൽ വയ്യ. പുച്ഛമാണോ നിങ്ങളോട്? നിങ്ങളുടെ അടുത്ത് എന്താണ് തോന്നുന്നതെന്ന് എനിക്ക് പോലും അറിഞ്ഞുകൂടാ. ഇങ്ങനെയും അതപ്പതിച്ച് ഇങ്ങനത്തെ ഒരു ലെവലിലോട്ട് നിങ്ങൾ പോകുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല. നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അയാളുടെ പേരും പറഞ്ഞ് നമ്മൾ നിരന്തരം വന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കരയുകയാണെങ്കിൽ തന്നെ നമ്മൾ ഒന്ന് നോട്ടീസ് ചെയ്തോ, അവരുടെ സങ്കടമാവാൻ ചാൻസ് ഇല്ല. ഒരു പക്ഷേ നാട്ടുകാരുടെ സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടി കാണിക്കുന്ന ഒരു ഡ്രാമ കൂടി ആകാം എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. രേണു സുധി പണ്ട് സുധി ചേട്ടൻ മരിച്ച സമയത്ത് ഇന്റർവ്യൂ എല്ലാം കയറി ഇറങ്ങി നടന്ന് കരയുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അല്ലെ? നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്. എന്നും അവർ കരഞ്ഞുകൊണ്ടിരിക്കണം എന്നല്ല ഞാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇന്നത്തെ അവരുടെ പെരുമാറ്റം, അവരുടെ രീതി, ഇത് കാണുമ്പോൾ എന്തോ എവിടെയോ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ ഒരു പക്ഷേ എന്നെ തെറി വിളിക്കുമായിരിക്കും, എന്നെ അങ്ങ് കുറ്റം പറയുമായിരിക്കും, നിനക്ക് വേറെ ഒരു കോണ്ടന്റും ഇല്ലടാ എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും. കാരണം പ്രീവിയസ് വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഞാൻ ഇത്തരം കമന്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. എന്നാലും ഞാൻ പറയുകയാണ്, ഞാൻ റീസെന്റ് വൈകിട്ട് രേണുവിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ട്. ഈ വീഡിയോ കണ്ട സമയത്ത് ഞാൻ സത്യം പറഞ്ഞാൽ അന്തിച്ചു പോയി. ആ സമയത്ത്, അതായത് ലക്ഷ്മി നക്ഷത്രയുമായി കമ്പനി ആയിരുന്ന സമയത്ത് ലക്ഷ്മി നക്ഷത്ര ഇവരുടെ വീട്ടിൽ വന്ന് ഒരുപാട് കോണ്ടന്റ് ഉണ്ടാക്കിയ സമയത്ത് ഒരു പെർഫ്യൂമിന്റെ കേസ് ഉണ്ടായിരുന്നു. സുധിച്ചേട്ടന്റെ മണമുള്ള പെർഫ്യൂം, ആ ബ്ലഡിന്റെയും ആ ഷർട്ടിന്റെ വേർപ്പിന്റെയും മണമുള്ള ഒരു പെർഫ്യൂം രേണുവിന് അങ്ങ് ദുബായിൽ പോയി ലക്ഷ്മി നക്ഷത്രം ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ആ ഉണ്ടായിക്കൊണ്ട് കൊടുത്ത സമയത്ത് BGM ഒക്കെ ഇട്ട് കരഞ്ഞ് മെഴിച്ച് എന്നുള്ള സെറ്റപ്പിൽ നിന്ന് ഒരു രേണുവിനെ എനിക്ക് ഓർമ്മയുണ്ട്. എന്നാൽ അതേ രേണു ഇന്ന് ആ പെർഫ്യൂമിനെ പറ്റി ചോദിക്കുന്ന സമയത്ത് നാറ്റം പിടിച്ച സാധനമാണെന്നുള്ള രീതിയിൽ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുമാതിരി പെട്ടെന്ന് ഷോക്കായി പോയി. ഇതെന്താ ഇവരിങ്ങനെ പറഞ്ഞേ എന്ന് ഞാൻ ആദ്യം ചിന്തിച്ചു. എന്തായാലും ആദ്യം ലക്ഷ്മി നക്ഷത്രയുമായിട്ട് പെർഫ്യൂം കഥ നമുക്കൊന്ന് കണ്ടു നോക്കാം. സൂചിച്ചേട്ടൻ്റെ മണമാ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഫ്ലവേഴ്സ് ഇതുകൊണ്ട് തന്നപ്പോൾ ഇതുപോലെ വെച്ചാ ഞാൻ ഇട്ട ഡ്രസ്സാണ്. ഇതായത് അടക്കിയിട്ട് അതുപോലെ ഇരിക്കുന്നു, അതുപോലെ ഊരി തന്നതാണ്. ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, ഇതിങ്ങനെ വെച്ചേക്കുവാ. എനിക്ക് ഒരു വലിയൊരു ആഗ്രഹമുണ്ട്. ഏട്ടൻ്റെ സ്മെല്ല് ഇതിലുണ്ട് ഇപ്പോഴും, ഏട്ടൻ്റെ സ്മെല്ല്. അപ്പോൾ ആ സ്മെല്ല് എനിക്ക് ലൈഫ് ലോങ് എൻ്റെ കൂടെ തന്നെ വേണമെന്ന് എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ യൂട്യൂബിൽ ഞാനിങ്ങനെ കണ്ടു മരിച്ചവരുടെ സ്മെല്ല് എടുത്തിട്ട് പെർഫ്യൂം ഉണ്ടാക്കി നമുക്ക് തരുമെന്ന്. അപ്പം അതിനെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ല. എങ്കിലും എൻ്റെ വലിയൊരു ആഗ്രഹമാണ് എനിക്ക് എൻ്റെ ഏട്ടൻ്റെ മണം ലൈഫ് ലോങ് എപ്പോഴും കൂടെ വേണമെന്ന്, ഒരു പെർഫ്യൂമായിട്ടെങ്കിലും എനിക്ക് വേണമെന്ന്. അപ്പം മോളത് എങ്ങനെയെങ്കിലും അതൊന്ന് സാധിപ്പിച്ച് തരാൻ നോക്കണം. എനിക്കത് ലൈഫ് ലോങ് വേണം ചെയ്യും. ലൈഫ് ലോങ് സുധിച്ചേട്ടൻ്റെ ആ മണം എനിക്ക് വേണം എന്ന് പറഞ്ഞ രേണുവാ. നിങ്ങൾ കണ്ടല്ലോ, നിങ്ങൾ ഇനി കാണാതെ ഒന്നും ഇരുന്നില്ല. എൻ്റെ വീഡിയോ കാണുന്നതിൻ്റെ 10 ഇരട്ടി രേണുവിൻ്റെ അന്നത്തെ ആ വീഡിയോ നിങ്ങൾ കണ്ടു കാണും അല്ലെ? നിങ്ങൾ എല്ലാവരും കാണുകയും എല്ലാവരും അന്ന് ഒരുപാട് സ്നേഹത്തോടെയും സഹതാപത്തോടെയും സങ്കടത്തോടെയും കമന്റ് ബോക്സുകളിൽ ഓരോരോ അഭിപ്രായങ്ങൾ പറഞ്ഞതും ഞാൻ ഓർക്കുന്നു. എന്നാൽ ഇന്ന് അതേ ജനങ്ങളെ തന്നെ രേണു തിരിച്ചടിപ്പിച്ചിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ചങ്ക് തകർന്നു പോയി എന്നൊക്കെ പറയുന്ന സിറ്റുവേഷനിൽ ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഇതെന്താ ഇവരിങ്ങനെ പറഞ്ഞതെന്നാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്. പുതിയൊരു വീഡിയോയിൽ രേണുവിന്റെ അടുത്ത് ഒരു ഓൺലൈൻ മീഡിയ ചോദിക്കുന്ന സമയത്ത് പെർഫ്യൂമിനെ കുറിച്ചിട്ട് രേണു പറഞ്ഞ മറുപടി, ഓക്കെ സ്മെല്ലായിരിക്കും, നാറ്റമായിരിക്കും, നിങ്ങൾക്ക് ആർക്കും ഉപയോഗിക്കാൻ പറ്റത്തില്ല, മറ്റാർക്കും. പക്ഷെ അത് പറയുന്നതിന് ഒരു രീതിയില്ലേ അല്ലേ? എനിക്ക് അങ്ങനെയാണ് തോന്നി കേട്ടോ. സീരിയസ്ലി ഇത് എന്റെ പ്രശ്നമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. എനിക്ക് അങ്ങനെ തോന്നിപ്പോയി. ഇവരെന്താ ഇങ്ങനെ സംസാരിച്ചതെന്നാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്. ഓഫ് കോഴ്സ് എന്നെ കൊണ്ടാണെങ്കിൽ പറ്റത്തില്ല. ഞാനാണ് ഇത്രയും വാല്യൂ ആയിട്ടുള്ള ഒരു പെർഫ്യൂം ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് എൻ്റെ അടുത്ത് ചോദിച്ചതിന് ഓഫ് കോഴ്സ് എനിക്ക് സങ്കടം വരും എന്ന് പറഞ്ഞ് ഞാൻ ഇരുന്ന് പൊട്ടിക്കരയുമെന്നോ അങ്ങനെ അല്ല ഞാൻ പറയുന്നത്. എനിക്ക് ഓഫ് കോഴ്സ് സങ്കടം വരും. എനിക്ക് ഇങ്ങനെ റിപ്ലൈ പറയാൻ പറ്റത്തില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ ആ ഒരു സിറ്റുവേഷനിലും ആ ഒരു ദിവസങ്ങളും ഒക്കെ ഞാൻ ഓർത്തു പോകും. ഞാനാണ് രേണുവിന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ
എനിക്ക് ഇങ്ങനെ മറുപടി എന്തായാലും പറയാൻ പറ്റത്തില്ല. നിങ്ങൾ എന്നും കരഞ്ഞിരിക്കണമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ നിങ്ങൾക്ക് വന്ന മാറ്റം, ഇന്ന് നിങ്ങൾക്ക് ഈ റീച്ചും ഈ നെഗറ്റീവും ഒക്കെ ഉണ്ടായിട്ട് നിങ്ങൾ അതിനെ എൻജോയ് ചെയ്ത് നിങ്ങൾ അങ്ങ് വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ നടക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഈ ഒരു റീച്ചിൽ എത്തിയതിനും ഈ നെഗറ്റിവിറ്റി വാങ്ങി കൂട്ടിയതിന്റെ റീസൺ കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തിയാണ്. അത് നിങ്ങൾ മറക്കണ്ട. പുറം മറന്ന് എണ്ണ തേക്കാൻ നിൽക്കരുത്. സുധിച്ചേട്ടനോടുള്ള സഹതാപവും സ്നേഹവുമാണ് നിങ്ങൾക്ക് റീച്ചായിട്ട് വന്നത്. ആ സ്നേഹവും സഹതാപവും നിങ്ങൾ ഇന്ന് പുച്ഛത്തോടെ വലിച്ചെറിയുന്നത് പോലെ നിങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എന്നെ ആരും സ്നേഹിക്കണ്ട, എന്നെ എല്ലാവരും വെറുത്താൽ മതി, എനിക്ക് നെഗറ്റീവാണ് ഇഷ്ടമെന്ന് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിക്കുക, അവിടെ കളങ്കപ്പെടുന്നത് കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ പേരാണ്. അങ്ങനെ വലിയ കലാകാരനോ വലിയ മാസമോ ഒന്നും ഞാൻ പറയത്തില്ല. പക്ഷെ മരണപ്പെട്ടതിന് ശേഷം ഒരുപാട് ജനങ്ങൾ അങ്ങനെ സ്നേഹിച്ചു, അങ്ങനെ അറിയാൻ തുടങ്ങി. അതൊക്കെയാണ് സംഭവിച്ചത്. ഒപ്പം അങ്ങയുടെ കുടുംബത്തിൽ ചേർത്ത് നിർത്താൻ ശ്രമിച്ചു. എന്നാൽ അതിനെ തട്ടിയെറിഞ്ഞുകൊണ്ട് സ്വന്തം ഇഷ്ടത്തിന് എന്തൊക്കെയോ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടി ജനങ്ങളുടെ വെറുപ്പ് വാങ്ങിക്കൂട്ടിയ ഒരു സ്ത്രീയാണ് ഇന്ന് രേണു എന്ന് പറയുന്ന സ്ത്രീ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രേണുവിന്റെ അടുത്ത് ഒരു ഓൺലൈൻ മീഡിയ വന്നിട്ട് ആ പെർഫ്യൂമിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇല്ല, നിങ്ങൾക്ക് അത് മണത്താ ഇവിടെ ഓടും. അതുപോലത്തെ ഒരു സ്മെല്ലാണ് അതിന്. അതായത് സുചേട്ടൻ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുളിക്കുന്നതിനൊക്കെ മുന്നേ ഷട്ടൂരി ഇടത്തില്ലേ, അപ്പൊ അതിന്റെ ആ ഒരു വിയർപ്പും പിന്നെ ബ്ലഡ് എല്ലാം കൂടിയുള്ള ഒരു സ്മെല്ലാണ്. അതിന്റെ പെർഫ്യൂം എങ്ങനെ ദേഹത്ത് അടിച്ചോണ്ട് നടക്കുന്നത്? അത് അടിക്കാൻ പറ്റുന്ന അല്ല അത് തീർന്നിട്ടും ഇല്ല, അത് അതുപോലെ ഇരിപ്പുണ്ട്, പറ്റത്തില്ല. ഓക്കെ, അത് അടിക്കാൻ പറ്റുന്നതല്ല, അത് തീർന്നിട്ടില്ല, നിങ്ങൾ ഉപയോഗിക്കുന്നില്ല, നിങ്ങൾ അതുപോലെ ഇരിപ്പുണ്ട് എന്ന് പറയുമ്പോൾ അതുപോലെ വച്ചിട്ടുണ്ടെന്നാണ്. നിങ്ങൾ ആ സ്മെല്ല് ഒരു രീതിയിൽ അടിച്ചു നോക്കുന്നില്ല, ഉപയോഗിക്കുന്നില്ല. അതൊക്കെ നിങ്ങളുടെ പ്രൈവസിയാണ്, നിങ്ങളുടെ ഇഷ്ടമാണ്, എന്തോ ചെയ്യും. അന്ന് ഈ പെർഫ്യൂമുമായി റിലേറ്റ് ചെയ്ത് ലക്ഷ്മി നക്ഷത്രയുമായിട്ട് സംസാരിക്കുന്ന സമയത്തുള്ള നിങ്ങളല്ല ഇന്ന് ഈ കാര്യം ഓൺലൈൻ മീഡിയ ചോദിക്കുമ്പോൾ സംസാരിക്കുന്നത്. നിങ്ങൾ എന്നും സുധിച്ചേട്ടൻ ഓർത്തിനും ദുഃഖപ്പെടണമെന്നോ സങ്കടപ്പെടണമെന്നോ ഒന്നും ഞാൻ പറയത്തില്ല. പക്ഷേ ഇന്നും അങ്ങേരെ പേരും പറഞ്ഞ് നിങ്ങൾ നടക്കാതിരിക്കുക, അതെങ്കിലും നിങ്ങൾ ചെയ്യുക. എനിക്കതേ പറയാനുള്ളൂ. നിങ്ങൾ അങ്ങേരെ പേരിൽ സങ്കടപ്പെടുകയോ അങ്ങേരെ പേരിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട. ഇനിയും അങ്ങേരെ പേര് വരിച്ചിടാതെ അങ്ങേരെ പേരിനെ കളങ്കപ്പെടുത്താതെ ഇരിക്കാൻ പറ്റിയ അത്രയും നല്ലതായിരിക്കും. എനിക്കതേ പറയാനുള്ളൂ. എല്ലാ കന്നന്തിരികളും കോപ്രായങ്ങളും കാട്ടി കൂട്ടി വച്ചിട്ട് പറയുന്നത് എല്ലാം എൻ്റെ സുധിച്ചേട്ടന് വേണ്ടി. ഈ ഒരു സാധനമാണ് അവസാനം കൊണ്ട് പറഞ്ഞു നിർത്തുന്ന. ആ ഒരു പറച്ചിലെങ്കിലും ഒന്ന് നിർത്ത്. ഇതിന് താഴെ വന്നിട്ടുള്ള 1-2 കമന്റ്സ് ഒന്ന് വായിക്കാം. ഇത്രയും നാൾ അവർക്ക് അത് മണമായിരുന്നു, ഇപ്പോ അത് നാറ്റമായി. സീരിയസ്ലി ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഞെട്ടിപ്പോയി ഈ ഒരു വർത്തമാനം കേട്ട സമയത്ത്. ഇത് കേൾക്കുന്ന ലക്ഷ്മി നക്ഷത്ര എന്ത് പറയാ, അവരുടെ അവസ്ഥ അവരിവരും കൂടിയൊക്കെ ഉടക്കി പിരിഞ്ഞു പോയെന്നൊക്കെയാണ് പറയുന്നത്. എന്നാ പിന്നെ നിനക്ക് മണത്തോണ്ട് നിന്റെ സുധിച്ചേട്ടനെ ഓർത്ത് അടങ്ങി വീട്ടിൽ ഇരുന്നു കൂടെ? അപ്പോൾ നീ വേണേൽ ചോദിക്കും ചെലവിന് നിങ്ങൾ തരുമോ എന്ന്. സത്യം, അങ്ങനെ ചോദിക്കത്തുള്ളൂ അവര്. വീട്ടിലിരുന്ന് പായസം ഉണ്ടാക്കുന്ന തൊഴിലുകൾ ഉണ്ട്, ഒന്നുമില്ലെങ്കിൽ നീ തൊഴിലുറപ്പിന് പോ. അങ്ങനെ കുടുംബം നോക്കുന്ന എത്ര പെണ്ണുങ്ങളുണ്ട്. അതൊന്നും പറഞ്ഞാൽ അവർ കേൾക്കത്തില്ല, അവർക്ക് മേലനങ്ങാൻ പറ്റത്തില്ലെന്നാണ് അവർ പറയുന്നത്. ഇങ്ങനെ കുറെ അപരാധങ്ങളും കാണിച്ചുകൊണ്ട് നടക്കുന്നതാണ് അവരുടെ ഹോബി. അവർ നെഗറ്റീവിലൂടെ റീച്ച് ഉണ്ടാക്കാൻ നടക്കുകയാണെന്നാണ് പറയുന്നത്. എല്ലാം വേണോടെ, പക്ഷെ അമിതമായാൽ അമൃതും വിഷമാണ്. അതൊന്ന് ഓർത്താ കൊള്ളാം. നിങ്ങളെ സ്നേഹിച്ചതേ മലയാളികൾ ഏറ്റെടുത്തതേ സുധിച്ചേട്ടന്റെ ഭാര്യ എന്നുള്ള ഒറ്റ നിലയിലാണ്. അല്ലാതെ ഇവിടെ എത്ര സ്ത്രീകൾ അഴിഞ്ഞാടി നടക്കണം, അവരെന്നെ ആരും കുറ്റം പറയാൻ പോകുന്നില്ല, അതൊക്കെ അങ്ങനെയാണെന്നറിയാം. പക്ഷെ നിങ്ങളിത് കാണിക്കുമ്പോൾ മലയാളികൾക്ക് ദഹിക്കത്തില്ല. ആ വ്യക്തിയുടെ പേരും കൂടിയാണ് കളങ്കപ്പെടുത്തുന്നത്. നിങ്ങൾ എന്നൊന്ന് സ്വയം ചിന്തിച്ചു നോക്ക്. ലോകത്തിലെ ആദ്യത്തെ വിധവ, ആദ്യമൊക്കെ അത് മണത്ത് സുഖിച്ച് കാണുന്നുണ്ടായിരുന്നല്ലോ. ഈ കുത്ത് എന്താ ഈ പറയുന്നേ? ആ പെർഫ്യൂം കൊണ്ടുവന്ന ലക്ഷ്മി നക്ഷത്രയൊക്കെ മണപ്പിച്ചിട്ട് വാവ് എക്സ്പ്രഷൻ ആണല്ലോ ഇട്ടത്. ഇന്റർവ്യൂ ചെയ്തപ്പോൾ എല്ലാവരും മണത്തു നോക്കി നല്ല പെർഫ്യൂം ആണല്ലോ എന്നാ പറഞ്ഞത്. ഇപ്പോൾ അവൾ നേരെ പ്ലേറ്റ് തിരിച്ച്. വിവരമില്ലാത്ത പെണ്ണും പിള്ളെ ആക്സിഡന്റ് പറ്റി ബ്ലഡും വിയർപ്പും നാറ്റവും അനുഭവിക്കാനാണോ നീ പെർഫ്യൂം ഉണ്ടാക്കിച്ചത്? ഇപ്പൊ മനസ്സിലായില്ലേ, ലക്ഷ്മിക്ക് റീച്ച് ഉണ്ടാകണമായിരുന്നു. കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് നക്കാപ്പിച്ച ഇവൾക്കും കൊടുത്തു. ഇവളിപ്പോൾ അവളേക്കാൾ വലിയ ആളായതുകൊണ്ട് രണ്ടുപേരും തമ്മിൽ വലിയ കണക്ഷൻ ഇല്ല. അവർ രണ്ടുപേരും തമ്മിൽ കണക്ഷൻ ഇല്ല എന്നുള്ളത് വാസ്തവമാണ്. ഇതൊക്കെ കൊണ്ട് കോഴി തരിച്ച് നമ്മൾ വെറും നോക്കിക്കോ, നമ്മൾ വെറും കുത്താണ്. നോക്കിക്കോ, ഇവൾ താമസിക്കാൻ ലോക അഹങ്കാരിയായി മാറും. പാവം സുധി, അയാളെ വിറ്റ് തന്നെയാണ് ഇവൾ ജീവിക്കുന്നത്. സുധിച്ചേട്ടന്റെ പേര് പറഞ്ഞു തന്നെയാണ് ഇന്നും മുന്നോട്ട് പോകുന്ന എന്റെ പൊന്ന് രേണു. അതെങ്കിലും ഒന്ന് നിർത്ത്. നിങ്ങൾ ഒരു കല്യാണമെങ്കിലും വേറെ കഴിക്കും. ഞാൻ ഫ്രീ ആയിട്ടൊരു അഡ്വൈസ് തരാണ്. പറ്റുമെങ്കിൽ ഒരു കല്യാണം കഴിക്കും. കല്യാണം കഴിച്ച് പുതിയൊരു ജീവിതം തുടങ്ങി. ആ സുധിച്ചേട്ടന്റെ പേര് ആ പേരിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് കളങ്കപ്പെടുത്താതൊന്നും പോയി. മണിച്ചേട്ടനെ പോലത്തെ ഉള്ള ഒരു കലാകാരനൊന്നുമല്ല. എന്നാൽ മണിച്ചേട്ടൻ മരിച്ചതിന് ശേഷം, കൊച്ചിൻ ഹനീഫ മരിച്ചതിന് ശേഷം അവരുടെ വീട്ടിലെ സ്ത്രീകൾ ആരും ആ പേരുകളെ കളങ്കപ്പെടുത്താൻ നിന്നിട്ടില്ല. അത് മറ്റൊരു വാസ്തവം. ഇനി രേണുവിന്റെ ഒരു വീഡിയോ ഞാനൊന്ന് കൊടുക്കാം. നെഗറ്റീവ് കമന്റ് കയറി വാ, ഓടി വാ.
എന്റെ അമ്മ എന്തുവാ അത്? എനിക്കതൊന്നും കണ്ട സങ്കടമൊന്നും ഇല്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. മറ്റേ ഈ സൈക്കോ പോലെ ഇപ്പൊ നെഗറ്റീവ് കേട്ടാ ഇങ്ങനെ ഉള്ളിൽ നിന്ന് സന്തോഷം വരും. എന്താന്ന് എനിക്കറിയാം. പറയാത്തത് നോക്കാണല്ലേ ഞാൻ ഇപ്പൊ എങ്ങനെയാന്നറിയാം? ഓ നെഗറ്റീവ് അതാട്ടോ ഇപ്പൊ. അതുകൊണ്ട് നെഗറ്റീവ് ഇട്ടോളൂ സൈക്കോ ആയി മാറി. അധിക കാലം ഇല്ലടോ, താനൊന്നും അധിക കാലമില്ല. ഈ നെഗറ്റീവ് റീച്ച് കൊണ്ട് ഇവിടെ ആരും ഇന്നേ വരെ ഒരു ഇതും സൃഷ്ടിച്ചിട്ടില്ല. ഉള്ള കാര്യം ഞാൻ പറയാം, നെഗറ്റീവ് കൊണ്ട് ഒരു തേങ്ങ നടക്കാൻ പോകുന്നില്ല. ഇതൊക്കെ കുറച്ച് കാലം മാത്രം, താൽക്കാലികം മാത്രം. എഴുതി വെച്ചോ. ഇന്ന് നിങ്ങളെ കൂടെ നിൽക്കുന്ന ഒറ്റ മനുഷ്യൻ കാണത്തില്ല. നാളെ ഇവിടെ ഒരു തേങ്ങ അല്ലാണ്ടാവുന്ന ഒരു സമയം വരും. അന്ന് ഓർത്തിരുന്ന് കരയാതിരുന്നാൽ മതി, ഓർത്ത് ദുഃഖിക്കാതെ ഇരുന്നാൽ മതി. പെർഫ്യൂമിനെ കുറ്റം പറഞ്ഞ് ഇനി സുധിച്ചേട്ടനെയും കൂടി 2 വാക്ക് ഠാഠൂഠി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്ന്. അതും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അങ്ങ് തീർന്ന്. പിന്നെ ആരും രേണു സുധി എന്ന് പറഞ്ഞുകൊണ്ട് വരത്തില്ലല്ലോ. ആ പേരിനെ ഒന്ന് നശിപ്പിക്കാതിരുന്നാൽ മതി. പേരുമായി റിലേറ്റ് ചെയ്തിട്ട് രേണു പറയുന്ന കേട്ടു നോക്കാം. ഈ എന്ന് നെഗറ്റീവ് വരാൻ കാരണം ഈ പറഞ്ഞ പോലെ കൊല്ലം സുധി എന്നുള്ള ഒരു പേര് വെച്ച് ഈ പറഞ്ഞ പോലെ അങ്ങനെ. പിന്നെ ഞാൻ എന്നാ പേരെ വെക്കേണ്ടത്? കൊല്ലം സുധിയുടെ വൈഫല്ലേ ഞാൻ? അപ്പൊ പിന്നെ ഞാൻ ആ പേരിലേ വെക്കേണ്ടത്. ഞാൻ വേറെ ഒരുത്തനെ കെട്ടിക്കഴിഞ്ഞാൽ അവന്റെ പേര് വെക്കാം. ഇതിപ്പോ സുധിച്ചേണ്ട വൈഫായിട്ട് ഇരിക്കുന്നിടത്തോളം കാലം ഞാൻ ആ പേരിലേ വെക്കത്തുള്ളൂ. എങ്ങനെ മാറ്റുന്നത്? ഇതിപ്പം എന്താരെന്ത് പറയാൻ ഞാൻ മാറ്റത്തില്ല. ദയവ് ചെയ്ത് ഒരു കല്യാണം കഴിക്കും, വേറൊരുത്തനെ കെട്ടിയ ഈ പ്രശ്നം അങ്ങ് തീരും. ഉള്ള കാര്യം പറയാം. എന്നിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് നടന്നു. ഞാൻ ഒന്നും പറയുന്നില്ല. ഈ കൊല്ലം സുധി എന്ന പേര് നശിപ്പിക്കുകയാണ്. സത്യം പറയാമല്ലോ, ഈ രേണുവിന് അറിയപ്പെടുന്നത് രേണു സുധി കൊല്ലം സുധിയുടെ ഭാര്യ എന്ന്. ആ ഒരു ലേബൽ മാറാനുള്ള എന്തെങ്കിലും വകുപ്പുണ്ടെങ്കിൽ ചെയ്യും. സത്യമുള്ള കാര്യം പറയാം. വിഷമമുണ്ട്. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് പേഴ്സണലി ഈ സുധിയെ ഒന്നും അറിയത്തില്ല. എന്നാലും നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ അന്ന് ആ കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴും എന്തോ അത് ഉള്ളിൽ കിടപ്പുണ്ട്. എവിടെയൊക്കെ ആ ഒരു സാധനം കിടപ്പുണ്ട്. അപ്പൊ അങ്ങേരെ ഭാര്യ ഇങ്ങനെ വന്നിട്ട് ചെയ്യുന്ന കാണുമ്പം ഒരു ശരാശരി മലയാളി എന്ന രീതിയിൽ ഡൈജസ്റ്റ് ആവുന്നില്ല. നിങ്ങളുടെ ഇഷ്ടത്തിന് നടക്കാം, എന്തും ചെയ്യാം. പെർഫ്യൂമിന്റെ കേസൊക്കെ കണ്ടല്ലോ, കാണിച്ചു കൂട്ടുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കോപ്രായങ്ങളുടെ പീക്ക് ലെവലാണ്. നടുറോട്ടിൽ പോയി കിടന്ന് പട്ടി ഷോ കാണിച്ചു, MVയുടെ അടക്കം പോയി കേസെടുക്കുക, പോലീസ് നിയമപരമായിട്ട് നീങ്ങണം. ഇതൊക്കെ ഇങ്ങനത്തെ കോപ്രായങ്ങൾ കാണിക്കുന്നതിനൊന്നും ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് താഴെ കമന്റ്. എന്നെ ചീത്ത വിളിച്ചാലും കുഴപ്പമില്ല, എനിക്ക് 10 പറയണമെന്ന് തോന്നി. ഞാൻ ഇതൊന്നും അല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പൊളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കരയും. ആ സെറ്റപ്പിലായി പോകും. ഒരു വീഡിയോ ആയിട്ടാണ്. ബൈ.